ഇറാൻ ഓപ്പറേഷൻ നാസർ 2.0 പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഇപ്പോൾ നടക്കുന്നത്. IRGC പറയുന്നതനുസരിച്ച് US സെൻട്രൽ കമാൻഡിൻ തെക്കൻ ഇറാനിൽ നടത്തിയ അതിഭീകരമായ ആക്രമണത്തിന് തങ്ങൾ തിരിച്ചടി നൽകി തുടങ്ങിയിരിക്കുന്നു. ബഹ്റൈനിലെ ഷെയ്ഖ് ഇസ എയർബേസിൽ US-ന്റെ ഡ്രോൺ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ തകർത്തിരിക്കുന്നു. ഒപ്പം തന്നെ നാസർ 2 ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും എന്നാണ് ഇപ്പോൾ IRGC, അതായത് ഇറാന്റെ സൈന്യം അറിയിച്ചിരിക്കുന്നത്. ഉപഗ്രഹ ആശയവിനിമയ കേന്ദ്രങ്ങൾ അടക്കം തകർത്തിട്ടുണ്ട്. അമേരിക്കൻ സൈനികർ ഉപയോഗിക്കുന്ന കെട്ടിടം പൂർണ്ണമായും തങ്ങൾ നശിപ്പിച്ചു എന്ന് ഈ IRGC അവകാശപ്പെടുന്നു. പക്ഷേ ഇതൊന്നും ഇതുവരെ ഈ ബഹ്റിനോ ഒപ്പം തന്നെ US കമാൻഡന്റോ ഇല്ലെങ്കിൽ അത്തരത്തിലൊരു സ്ഥിരീകരണം വന്നിട്ടില്ല. ഇത് IRGC ആണ് ഇത്തരത്തിൽ അവകാശപ്പെടുന്നത്. കാരണം ഇന്നലെയും ഇന്നും ഒക്കെ ആയി അമേരിക്ക നടത്തിയ അതിശക്തമായിട്ടുള്ള ഒരു വ്യോമാക്രമണമായിരുന്നു. അത് ഇറാന്റെ നഗരങ്ങളെ പോലും പ്രകമ്പനം കൊള്ളിക്കുന്ന ഒരു ആക്രമണമായിരുന്നു. ഇതൊരു തിരിച്ചടിയായിട്ടാണ് ഇപ്പോൾ ബഹ്റിനിലുള്ള US കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഇന്നലെയും ഇന്നും ഒക്കെ ആയി ഇറാന്റെ ഒരു വലിയ ആക്രമണം ഇപ്പോൾ നടന്നിരിക്കുന്നത്. പക്ഷേ സ്ഥിരീകരണം ഒരുപക്ഷെ വൈകി വരുമായിരിക്കാം. വലിയ രീതിയിൽ തന്നെ, അതായത് ഒരു വിമാനത്തിന്റെ PH വിമാനത്തിന്റെ ഹാങ്ങർ അടക്കം തകർത്തതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. ചില പ്രാദേശിക മാധ്യമങ്ങളാണ് ഈ വാർത്ത പുറത്ത് വിട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.